ഇപ്പോൾ വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർക്ക് പരമാധികാരം നൽകുന്ന പുതിയ UGC ചട്ടത്തിനെതിരെ കോഴിക്കോട് GST ഓഫീസിലേക്ക് SFI മാർച്ച് നടത്തുകയാണ്. സാനിയോ മനോമിയുണ്ട് വിവരങ്ങളുമായി. സാനിയോ, ബാരിക്കേഡ് തള്ളി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണോ ഇപ്പോൾ SFI പ്രവർത്തകർ? UGC ചട്ടത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്. എന്താണ് വിശദാംശങ്ങൾ? ആരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്? സ്മൃതി, UGC ചട്ടത്തിനെതിരായ പ്രതിഷേധമാണ് ഇപ്പോൾ കോഴിക്കോട് GST ഓഫീസിന് മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. GST ഓഫീസിന് മുൻപിലെത്തിയ പ്രവർത്തകരെ പോലീസ് ഇവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. പക്ഷേ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമത്തിനിടെയാണ് പ്രവർത്തകരുള്ളത്. ഈ ശ്രമത്തിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതും നമ്മൾ കണ്ടു. 2 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട് എന്നാണ് അറിയുന്നത്. ചില വിദ്യാർത്ഥികൾ റോഡിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴും പ്രവർത്തകർ GST ഓഫീസിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ബാരിക്കേഡുകൾ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന K. അനുശ്രീയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത്. അനുശ്രീയുടെയും അതുപോലെ SFIയുടെ ജില്ലാ നേതാക്കളുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു സമരം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. 12 മണിയോടുകൂടിയാണ് സമരം GST ഓഫീസിന് മുന്നിലെത്തുന്ന സാഹചര്യമുണ്ടായത്. ഈ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം അത് ഏകദേശം പുരോഗമിക്കുന്നുവെന്ന് വേണം പറയാൻ. ആ സമയത്തൊക്കെയും ഈ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്ഷനാണ് പോലീസ് നേതൃത്വം നൽകുന്നത്. നിരവധിയായ വിദ്യാർത്ഥികൾ, 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ, സംസ്ഥാന വ്യാപകമായ SFIയുടെ പ്രതിഷേധമാണ്. മലപ്പുറത്തും പ്രതിഷേധമുണ്ട്. GST ഓഫീസിലേക്ക് മലപ്പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ കാണുന്നത് മലപ്പുറത്തു നിന്നുള്ള പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ്. മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഒരേ സമയം പ്രതിഷേധം പുരോഗമിക്കുകയാണ്. സാനിയോ, സംസ്ഥാന വ്യാപക പ്രതിഷേധമാണല്ലോ അല്ലേ? അതായത് ഇത് സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധമാണ്. മലപ്പുറത്തും അതുപോലെ കോഴിക്കോടും ഇപ്പോൾ പ്രതിഷേധം തുടങ്ങി. ഇപ്പോൾ ഈ ബാരിക്കേഡ് തള്ളി നീക്കുന്നതിനുള്ള ശ്രമം ചെറുതായി ഉപേക്ഷിച്ച് ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് വിദ്യാർത്ഥികളുള്ളത്. പക്ഷേ അപ്പോഴും ഈ ജലപീരങ്കി പ്രയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രധാനമായും SFIയുടെ ഒരു ആവശ്യമല്ല, SFIയുടെ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർക്ക് പരമാധികാരം നൽകുന്ന പുതിയ UGC ചട്ടത്തിനെതിരെയാണ് ഈ ഒരു സമരം നടത്തിയിരിക്കുന്നത്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് തന്നെയാണ് SFI നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു അടക്കമുള്ളവർ ഈ വിഷയത്തിൽ സംസാരിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് മുന്നാലെയാണ് ഈ ഒരു സമരം കേരളത്തിലും എല്ലാ ജില്ലകളിലേക്കും നേതൃത്വം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും കോഴിക്കോടും മലപ്പുറത്തും അടക്കമുള്ള എല്ലാ ജില്ലകളിലും ഒരുമിച്ച് തന്നെയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. SFIയുടെ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമടക്കം സംസ്ഥാനം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഈ പ്രതിഷേധം, UGC ചട്ടത്തിനെതിരായ പ്രതിഷേധം ഇപ്പോൾ SFI നടത്തിക്കൊണ്ടിരിക്കുന്നത്.